നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് ഹിൻബർഗ് സെബി ചീഫ് ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,373 എന്ന നിലയിലാണ്. 10 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഒരു 25 മുതൽ 30 പോയിന്റ്സിൻ്റെയൊക്കെ മാത്രം ഡൗൺഫോളിനാണ് ഇപ്പോൾ സാധ്യതയുള്ളൂ. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഏറെക്കുറെ സെബിയും അതുപോലെ സെബി ചീഫും നൽകിയ ക്ലാരിഫിക്കേഷൻസ് തൃപ്തികരമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. കൃത്യമായി തന്നെ മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും നമ്മുടെ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഹിൻബർഗ് സെബി ചീഫിന്റെ ഇഷ്യൂ തന്നെയാണ്. ആ ഇഷ്യൂവിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാനുള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ പ്രത്യേകം ആ വീഡിയോ ഒന്ന് കാണുക. ഇനി ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സോണിൽ തന്നെയാണ്. ഏകദേശം ഒരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് സാധ്യതയുള്ളത്. അതായത് മാർക്കറ്റിൽ നിന്നും ആദ്യത്തെ റിയാക്ഷൻ എന്നത് ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ്. ചെറിയ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാത്തത് കാരണമാണ് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു നെഗറ്റിവിറ്റി ഒന്നും മാർക്കറ്റിൽ ഇല്ലാത്തത് ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന ക്ലാരിഫിക്കേഷനിൽ കുറേയൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് തൃപ്തരാണ് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇനി മാർക്കറ്റ് 9 മണിക്ക് ശേഷം ഓപ്പൺ ചെയ്യുന്നത് പോസിറ്റീവിലാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പൂർണ്ണ തൃപ്തരാണ് ഇപ്പോൾ സെബി നൽകിയിരിക്കുന്ന ക്ലാരിഫിക്കേഷനിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെ കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ്. ആദ്യം സൈമൺസ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 26.8% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 577.7 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.8% വർധനവും എബിറ്റയിൽ 22.04% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഓറോ ബിൻഡ ഫാർമയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 61.2% ശക്തമായ ഒരു വളർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റവന്യൂവിൽ 10.5% വർധനവും അതർ ഇൻകം 220.9 കോടി രൂപയുമാണ്. മറ്റൊരു സ്റ്റോക്ക് മെട്രോപോളിസ് ഹെൽത്ത് കെയർ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 31.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 37.9 കോടി രൂപയാണ്. റവന്യൂവിലും 13% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് സെല്ലോ വേൾഡ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 7.6% വർധനവ് വന്നിരിക്കുന്നു. അടുത്തത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 41.6% വർധനവാണ് വന്നിരിക്കുന്നത്. 1036.4 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഗ്രോസ് പ്രീമിയം അതിൽ 39.1% വർധനവും നെറ്റ് പ്രീമിയം റിട്ടേണിൽ 40.2% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു റിസൾട്ട് വന്നത് ഹൊനാസ കൺസ്യൂമറിൻ്റെതാണ്. നെറ്റ് പ്രോഫിറ്റിൽ 62.9% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 19.3% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ AB ക്യാപിറ്റൽ, ABFRL, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ബിസോഫ്റ്റ്, GNFC, ഗ്രാനുൾസ്, ഹിൻഡു കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇന്ത്യ മാർട്ട്, LIC ഹൗസിംഗ് ഫിനാൻസ്, മണപ്പുറം, PNB, RBL ബാങ്ക്, സെയിൽ എന്നിവയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ ലൈവ് സെഷൻ രാവിലെ 10:30 മുതൽ 3:30 വരെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. മാത്രമല്ല ഇന്നൊക്കെ നല്ല വൊളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള ദിവസം തന്നെയാണ്. നിങ്ങൾ കൃത്യമായി തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് മുന്നോട്ട് പോവുക. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ഇവൻസുകൾ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച നിർണായകമായ ഒത്തിരിയേറെ ഇവൻസുകളുള്ള ഒരാഴ്ച തന്നെയായിരുന്നു. മാർക്കറ്റിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഫാളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു വീക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ധാരാളം പ്രധാനപ്പെട്ട ഇവൻസുകളുണ്ട്. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ആ ഡാറ്റയാണ് പുറത്തു വരുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ അന്നേ ദിവസം തന്നെയുണ്ട്. ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച ഫെഡിൻ്റെ ഒരു കീ മെമ്പറായ റാഫേൽ ബോസ്റ്റിക്കിൻ്റെ സ്പീച്ചുണ്ട്. ഓഗസ്റ്റ് 14 ബുധനാഴ്ച WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയുടെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് മാർക്കറ്റിൽ ഒരു ഹോളിഡേ ആണ്.
അന്നേ ദിവസം പക്ഷേ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ പുറത്തു വരും. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എല്ലാ വീക്കിലുമുള്ളത് പുറത്തു വരും. ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റ ഇന്ത്യയിൽ നിന്നും പുറത്തു വരും. പ്രധാനപ്പെട്ട ഡാറ്റകൾ ഇവയൊക്കെയാണ്. ഇനി തിങ്കളാഴ്ച മുതൽ വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ റിസൾട്ട്, വോഡാഫോൺ ഐഡിയ, നാറ്റ്കോ ഫാർമ, നാൽക്കോ, RCF, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്. ചൊവ്വാഴ്ച പുറത്തു വരുന്ന റിസൾട്ടുകൾ അപ്പോളോ ഹോസ്പിറ്റൽ, ഹീറോ മോട്ടോകോർപ്പ്, ഹിൻഡാൽകോ, IRCTC, മണപ്പുറം ഫിനാൻസ്, സംവർധന മദർസൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്, NBCC തുടങ്ങിയവയാണ്. ബുധനാഴ്ച ഏപ്രിൽ 14 റിസൾട്ട് വരുന്ന കമ്പനികൾ HAL, കിർലോസ്കർ ഇൻഡസ്ട്രീസ്, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയവയാണ്. ഈ ആഴ്ചയിലെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസത്തെയും രാവിലെ 7:30 തന്നെയുള്ള പ്രീ മാർക്കറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഫ്രണ്ട് ലൈൻ ഇൻഡെക്സുകൾ 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെക്ടറുകളിൽ PSU ബാങ്കുകളാണ് വലിയ നേട്ടമുണ്ടാക്കിയത്, 2% മുകളിൽ ഉയർന്നു. ഫിനാൻസ് മിനിസ്റ്റർ ബാങ്കിംഗ് അമെൻമെന്റ് ബില്ല് ലോക്സഭയിൽ സബ്മിറ്റ് ചെയ്തതോടെയാണ് PSU ബാങ്കുകൾ ഉയർന്നത്. വെള്ളിയാഴ്ച മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഓല ഇലക്ട്രിക് ആദ്യ ദിവസം തന്നെ അപ്പർ സർക്യൂട്ട് ഹിറ്റ് ചെയ്തു, 20% ഉയർന്നു. 15,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതോടെ NBCC 9% ഉയർന്നു. സ്വിസ്ലോൺ 5% നേട്ടവും ഉണ്ടാക്കി. നിഫ്റ്റി 24,367 250 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റി ഇപ്പോൾ ഒരു കീ റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഉള്ളത്. 24,419 എന്ന ഹൈ വെള്ളിയാഴ്ച ടച്ച് ചെയ്തെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. അപ്സൈഡിലെ ബിയറിഷ് ഗ്യാപ്പ് ഏരിയ ഒരു പ്രധാനപ്പെട്ട ഹേർഡിൽ തന്നെയാണ് എന്ന് വെള്ളിയാഴ്ചയും കണ്ടു. കൂടാതെ 20-ഡേ EMA ഉള്ള 24,440 ലെവലാണ് അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലായി വരുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000 ആണ്. 50-ഡേ EMA ഉള്ളത് ഈ ലെവലിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ലെവൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. 24,000 മുകളിൽ നോക്കുകയാണെങ്കിൽ 24,117 10 വീക്ക് EMA ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ നമ്മൾ ഡൗൺ സൈഡിൽ നിഫ്റ്റി ഡൗൺ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. തുടർച്ചയായ 13 ആഴ്ചകളിലും നിഫ്റ്റിക്ക് ഈ ലെവൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തതായി വെള്ളിയാഴ്ചത്തെ ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലുമാണ് ഫോം ആയത്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,400 സ്ട്രൈക്കിലും അതിനുശേഷം 25,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,400 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000 വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ ഒരുപക്ഷെ വരിക. എന്നിരുന്നാലും ഈ ഡാറ്റ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,350 സ്ട്രൈക്കിൽ 1,988% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡിൽ 133% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,300 സ്ട്രൈക്കിൽ 122% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 27% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 24,400 സ്ട്രൈക്കിൽ 395% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. 82% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ ഡാറ്റ പ്രകാരം പുട്ട് സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,484 327 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി വെള്ളിയാഴ്ച 10-ഡേ EMA ഉള്ള 50,700 ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങുകയുണ്ടായി. വീക്ക്ലി ചാർട്ടിൽ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,100 മുതൽ 50,000 വരെയുള്ള ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 50,750 മുതൽ 50,800 വരെയുള്ള ലെവൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 50,500 അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 അതിനുശേഷം 49,000 സ്ട്രൈക്കും അതിനുശേഷം 49,500 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000 ഇന്ത്യ വിക്സിലേക്ക് വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് 7.5% മുകളിൽ ഇടിഞ്ഞു 15.34 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്.
ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 409 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരൊരു ബൈയിങ് മോഡിലേക്ക് തിരിച്ചു വന്നു എന്നൊരു പ്രത്യേകതയുണ്ട് വെള്ളിയാഴ്ചത്തേത്. DIS ആവട്ടെ 3979 കോടി രൂപയ്ക്ക് ശക്തമായി തന്നെ ബൈയിങ്ങിൽ നിലനിൽക്കുന്നു. US മാർക്കറ്റിലേക്ക് S&P 500ഉം നാസ്ഡാക്കും വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. മാത്രമല്ല വെള്ളിയാഴ്ച US വിക്സ് 14.38% ഇടിഞ്ഞു. 20.37 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. അതായത് ഒരു നോർമൽ റേഞ്ചിലേക്കൊക്കെ വിക്സ് മടങ്ങി വരുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. ഫെഡറൽ റിസർവിന്റെ അടുത്ത പോളിസി മീറ്റിംഗ് നടക്കുന്നത് സെപ്റ്റംബർ 17-18 തീയതികളിലാണ്. ഈ പോളിസി മീറ്റിംഗിലാണ് നമ്മൾ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത കാണുന്നതും. കഴിഞ്ഞ ആഴ്ച 50 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത 60% മുതൽ 70% വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെറും 51% മാത്രമാണ്. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരമുള്ള ഡാറ്റയാണിത്. ഏതായാലും ഈ ആഴ്ച നിരവധി ഡാറ്റകളാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. അതിൽ US കൺസ്യൂമർ പ്രൈസസ് ഡാറ്റയും റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും ഉൾപ്പെടുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് വെള്ളിയാഴ്ച 0.71% നേട്ടത്തിലും വിപ്രോ 0.51% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.07% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.80% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും റിലയൻസ് ഇൻഡസ്ട്രീസ് ഏകദേശം 2% അടുത്ത് പ്രോഫിറ്റിലുമാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ ഇടിവിലാണ്. S&P 500ഉം നാസ്ഡാക്കും 0.09% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഒരു വോളറ്റൈൽ വീക്കിനൊടുവിൽ യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.28% നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.24% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.31% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.57% നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. അവിടെ ഹെൽത്ത് കെയർ സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത് 1.77%. ടെക്നോളജി സ്റ്റോക്കുകൾ 0.22% ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.45% നേട്ടത്തിലും CAC 0.27% നേട്ടത്തിലും FTSE 0.12% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഈ ആഴ്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ഫോക്കസിലുള്ളത്. കാരണം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും കൂടാതെ ഇൻഡസ്ട്രിയൽ ഡാറ്റയും പുറത്തു വരുന്ന ആഴ്ചയാണ്. ഇതിലൊക്കെ മുഖ്യമായ ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അദാനി സെബി ചീഫ് ഇഷ്യൂ. മാർക്കറ്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം നോക്കേണ്ടത് ഗിഫ്റ്റ് നിഫ്റ്റി തന്നെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,357 എന്ന നിലയിലാണ്. 26 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 45 മുതൽ 55 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്ത മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.56% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 3% അടുത്ത് നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1% മുകളിൽ നേട്ടത്തിൽ. അങ്ങനെ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും നല്ല പോസിറ്റീവിൽ തന്നെയാണ്. ഓയിൽ പ്രൈസുകൾ US എക്കോണമിയിൽ മാന്ദ്യത്തിന്റെ ഭയം ലഘൂകരിക്കപ്പെട്ടതും മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത വിപണിയിൽ ഉയർന്നു വന്നതിനാലും കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിൽ ഏകദേശം 4% കൂടുതൽ നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $79.65 പെർ ബാരൽ എന്ന നിലയിലാണ് 0.23% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $76.98 പെർ ബാരൽ എന്ന നിലയിൽ 0.18% നേട്ടത്തിൽ ട്രേഡ് ചെയ്യും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.